ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിന്നിവിടെ നോക്കാൻ പോകുന്നത് ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എനിക്ക് ഇതുവരെയും തന്നിട്ടുള്ള സപ്പോർട്ടിന്, തന്നുകൊണ്ടിരിക്കുന്നതുമായ സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ഈ വീഡിയോ ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾക്കിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് വഴി. എന്തൊക്കെയാണ് ഇന്ന് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ശുഭവാർത്തകൾ, സന്തോഷകരമായ വാർത്തകൾ എന്തൊക്കെയാണ്? എന്തൊക്കെ ആഗ്രഹങ്ങളാണ് നിങ്ങളുടേത് സാധ്യമാകാൻ പോകുന്നത്? ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് പ്രിൻസസ് ഓഫ് കപ്സ്, അതായത് ക്യൂൻ ഓഫ് കപ്സ് ആണ്. ഇത് ഡെവിളാണ് പിന്നീട് വന്നിരിക്കുന്നത്. എയ്റ്റ് ഓഫ് പെൻറ്റക്കിൾസ്, എയ്റ്റ് ഓഫ് കോയിൻസ്. ഫൈവ് ഓഫ് സോഡ്സ് വന്നിരിക്കും. ഇവിടെ പ്രിൻസസ് ഓഫ് വാൻസ്, ക്യൂൻ ഓഫ് വാൻസ്. നയൻ ഓഫ് സോഡ്സ്. Ace of Cups. Five of Cups. Six of Wands. Queen of Cups. The Lovers. Wheel of Fortune. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് നയൻ ഓഫ് കപ്സ് ആണ്. ഒരുപാട് പേർക്ക് സ്നേഹം അനുഭവിക്കാനുള്ള സമയമെടുത്തിരിക്കുന്നു. സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ആൾക്കാരുമായിട്ടുള്ള സഹകരണമാണ്. അവരിൽ നിന്നുമുള്ള സ്നേഹം ഇങ്ങോട്ട് ലഭിക്കുക. എപ്പോഴും നമുക്ക് എല്ലാവരിൽ നിന്നും സ്നേഹം ലഭിക്കാറില്ല, അല്ലേ? അപ്പോൾ ഇത് നിങ്ങളിൽ നിന്നും മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കാനും മറ്റുള്ളവരുടെ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കാനുമുള്ള ഒരു ഭാഗ്യം, ഒരു സമയം വേണം. എല്ലാത്തിനും ഒരു സമയമുണ്ട്, അല്ലേ? ചില സമയത്തൊന്നും നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളോട് ശത്രുതയാണെന്ന്. ചില സമയം വിചാരിക്കാം നമുക്ക് എല്ലാവരിൽ നിന്നും സ്നേഹം അനുഭവിക്കാൻ സാധിക്കുന്നല്ലോ എന്ന്, അല്ലേ? പലതരത്തിൽ ഓരോ ദിവസം ഓരോ തരത്തിലുള്ള എനർജിയാണ്. ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന എനർജി എന്ന് പറയുമ്പോൾ പലരുടെയും സ്നേഹം അനുഭവിക്കാനുള്ള ഒരു സാധ്യത. അതാണ് സ്നേഹം അനുഭവിക്കാനുള്ള സാധ്യത തന്നെ എപ്പോഴാണ് വരുന്നത്? നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകുന്ന ഒരു സമയത്ത് മാത്രമാണ്. ദൈവാനുഗ്രഹം ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ സന്തോഷം വരും, അല്ലേ? അപ്പോൾ ഈ ഒരു സന്തോഷം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ തോന്നും. അവരിൽ നിന്ന് ഇങ്ങോട്ട് ലഭിക്കാനുള്ള സാധ്യത വന്നു ചേരും. അതാണ് പറയുന്നത്. ഇനി നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് കപ്സ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്, അതായത് പ്രിൻസസ് ഓഫ് കപ്സ്. ഇവിടെ ക്യൂൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ നിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ നിങ്ങളിൽ പലരും
ആർക്ക് വേണ്ടിയോ ആരൊക്കെയോ നിങ്ങളിലേക്ക് പ്രണയം നടിച്ചു വരുന്നുണ്ട്, പ്രണയം പ്രപ്പോസൽ ചെയ്യുന്നുണ്ട്. ആദ്യമായിട്ട് തന്നെ ഒരു സ്നേഹബന്ധം തുടങ്ങാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമത്തിലാണ് എന്ന് കാണുന്നുണ്ട്. അതിനായിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. അതിനായിട്ട് പ്രാർത്ഥിക്കുകയാണ് എന്ന വ്യക്തികൾ എന്നിലേക്ക് വരാൻ വേണ്ടി. അല്ല എങ്കിൽ പുതിയതായിട്ട് മാരേജ് പ്രപ്പോസൽ വരുന്നതാവാം, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ നിങ്ങളോട് പിരിഞ്ഞിരിക്കുന്നവർ ആരായാലും നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജിയും ആകാം. ഇവിടെ അതുപോലെ തന്നെ ലവ് എനർജി ഒരുപാട് വന്നിട്ടുണ്ട്. ഇവിടെ തീർച്ചയായിട്ടും പലരും ഇവിടെ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉണ്ട്, അതുപോലെ തന്നെ നെഗറ്റീവ് അടിച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്, വന്നു ചേരുന്ന എനർജിയും ഉണ്ട്. അതാണ് പറഞ്ഞിരിക്കുന്നത്. ക്യൂൻ ഓഫ് കപ്സ് വന്നിരിക്കുന്നത്, ലവേഴ്സ് വന്നിട്ടുണ്ട്, വീൽ ഓഫ് ഫോർച്യൂൺ, 5 ഓഫ് കപ്സ്, ഏസ് ഓഫ് കപ്സ്, പ്രിൻസസ് ഓഫ് കപ്സ് ഒക്കെയും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ലവ് എനർജി ഒരുപാട് തിങ്ങി നിറഞ്ഞു നിൽക്കുന്നു. കാരണം നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരിൽ ഒരുപാട് പേരും സ്നേഹത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരാവാം, കൊതിക്കുന്ന ആൾക്കാരാവാം. നിങ്ങളുടെ പാർട്ണർ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ആളാവണം എന്നൊക്കെ ചിന്തിക്കുന്നവരുടെ എനർജിയാണിത്. അല്ലാതെ വെറുതെ ഇങ്ങനെ കാർഡ്സ് ഒന്നും വരില്ല, മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളിലേക്ക് നെഗറ്റീവ് എനർജി വരുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ കപ്പിൾസ് തമ്മിലുള്ള നല്ല സമൃദ്ധമായ, നല്ല സ്നേഹം നിറഞ്ഞ, നല്ല പ്രണയനിർഭരമായ ഒരു ലൈഫ് നയിക്കുന്നത് കണ്ടിട്ട് നിങ്ങളിലേക്ക് ആരോ വന്ന് അവിടെ നിങ്ങളെ നശിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ടാവും. ഇടയ്ക്ക് കയറി വരിക, ഇടയിൽ കയറി നിങ്ങളെ ഉപദ്രവിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുവഴി നിങ്ങൾക്ക് പാളിച്ചകൾ പറ്റാം, നിങ്ങൾക്ക് അബദ്ധം പറ്റാം. അങ്ങനെ മറ്റുള്ളവരുടെ പിടിയിൽ ആകുന്ന ഒരു എനർജി കാണാൻ സാധിക്കുന്നു. മറ്റുള്ളവരുടെ പിടിയിലാകുമ്പോൾ എന്താണ്, അവർ പറയുന്നതനുസരിച്ച് വേണം മുന്നോട്ട് പിന്നീട് പോകാൻ. ആ ഒരു എനർജി ഇവിടെ വല്ലാതെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതായിട്ട് കാണുന്നു. ആദ്യമൊക്കെ ചിലപ്പോൾ സന്തോഷം തോന്നിയിരിക്കാം. നിങ്ങൾ വിസമ്മതിച്ചിരുന്ന ഒരു സമയത്ത് നിങ്ങളെ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അവരുടെ ആഗ്രഹപ്രകാരം, അവർക്ക് താല്പര്യം തോന്നിയിരിക്കുക, അവരുടെ ആഗ്രഹപ്രകാരം അവർക്ക് ഫിസിക്കലായി ഒരു അട്രാക്ഷൻ തോന്നിയിട്ട് നിങ്ങളെ അവരിലേക്ക് വലിച്ചെടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ പിന്നീട് ഒരുപാട് വിഷമം അനുഭവിക്കുന്നതായിട്ടും ഒരു അടിമത്വം അനുഭവിക്കുന്നതായിട്ടും, അതായത് മറ്റുള്ളവർ പറയുന്നത് കേട്ട് ജീവിക്കേണ്ട ഒരവസ്ഥ വരുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. അത് വളരെയധികം വിഷമം ഉണ്ടാക്കുന്നതായിട്ട് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. അത്തരം ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്കത് അനുഭവപ്പെടുന്നുണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എനർജി ഒന്നും ഇവിടെ വരില്ല. പിന്നീട് 8 ഓഫ് കോയിൻസ്, 5 ഓഫ് സോർട്സ്, ഇവിടെ 5 ഓഫ് കപ്സ് വന്നിരിക്കുന്നു. കപ്പ് വാട്ടർ സൈനാണ്, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി ഇവിടെ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും 8 ഓഫ് കോയിൻസ് വന്നിരിക്കുന്നത്, 8 ഓഫ് പെൻറ്റക്കിൾസ്. ഇവിടെ ആർക്കൊക്കെയോ ഇവിടെ പുതിയതായിട്ട് ജോലി കിട്ടാനും അല്ല എങ്കിൽ അതിന് വളരെയധികം പരിശ്രമിച്ച് സാമ്പത്തിക മണി ഏൺ ചെയ്യാനുമുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിനായിട്ട് നിങ്ങൾ തയ്യാറെടുത്തിരിക്കുന്നു. കാരണം നിങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ടാവാം, സാമ്പത്തിക ബുദ്ധിമുട്ട് നിങ്ങൾ ഒരുപാട് അനുഭവിച്ച വ്യക്തികളാണ് എന്നിവിടെ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഒന്ന് കരകയറാൻ സാധിക്കുന്നു. കാരണം കഷ്ടപ്പെട്ട് സാമ്പത്തികം ഉണ്ടാക്കുന്ന ഒരു എനർജി ഇവിടെ ഉണ്ട്. നിങ്ങൾ 5 ഓഫ് സോർട്സ് ആണ് പിന്നീട് വന്നത്. സോഡ് എയർ സൈനാണ്, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. പെൻറ്റക്കിൾ വന്നിട്ടുണ്ട്, പെൻറ്റക്കിൾ എർത്ത് സൈൻ, ടോറസ്, വെർഗോ, ക്യാപ്രിക്കോൺ എനർജി. ഇവിടെ വന്നിരിക്കുന്നത് പലരും, നിങ്ങളോട് ഒത്തുകൂടുന്നവർ പലരും എന്താണ് ചെയ്യുന്നത്, അവർക്ക് ജയിക്കണം, നിങ്ങളെ എങ്ങനെയെങ്കിലും തറപറ്റിക്കണം, അങ്ങനെയുള്ള ചിന്തയോടുകൂടി നിങ്ങളിലേക്ക് അടുത്തു കൂടുന്ന ആൾക്കാരുടെ എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം ചില വ്യക്തികൾ വിചാരിക്കുന്നത് എങ്ങനെയും മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റണം. മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിന് എന്ത് വേണമെങ്കിലും കാണിക്കും, എന്ത് കുതന്ത്രങ്ങൾ വേണമെങ്കിലും മെനയും, എന്ത് കള്ളം വേണമെങ്കിലും പറയും. അങ്ങനെ ഒരുപാട് കള്ളത്തരം പറഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങൾ, ആവശ്യമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പ്രയത്നിച്ച് നിങ്ങളെ ബോധ്യപ്പെടുത്തി നിങ്ങളിൽ നിന്നും ഒരു വിജയം ഉണ്ടാകാനുള്ള ഒരു ശ്രമം നടത്തുന്ന ആൾക്കാരുടെ എനർജിയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഏത് സമയത്തും അവർ വിജയിച്ച് തന്നെ നിൽക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നിങ്ങളൊരു പ്രതിസന്ധിയിലകപ്പെടുന്ന ഒരവസ്ഥ, മനസ്സിലായില്ലേ? മറ്റുള്ളവരോട്
പെരുമാറുമ്പോൾ, മറ്റുള്ളവരോട് ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് കൂട്ടുചേർന്ന് മുന്നോട്ട് പോകേണ്ട ഒരവസ്ഥ വരുമ്പോൾ നിങ്ങൾ പ്രതിസന്ധിയിലാകുന്ന ഒരവസ്ഥ ഇവിടെ കാണാൻ സാധിക്കുന്നു. പിന്നീട് വന്നിരിക്കുന്നത് ഇവിടെ ക്യൂൻ ഓഫ് വാൻസ് ആണ്. നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യങ്ങൾ, നിങ്ങൾക്ക് എന്തെങ്കിലും ജോബ് വേണോ, അല്ല എങ്കിൽ നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾ കഠിനമായി പ്രയത്നിച്ചിരിക്കുന്ന കാര്യമാണോ, അതിലേക്ക് നിങ്ങൾക്കൊരു സക്സസ് വരുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഈ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് വളരെയധികം സന്തോഷം വരുന്നതായിട്ടും നിങ്ങളിലേക്ക് നല്ല പോസിറ്റീവ് എനർജി കണക്റ്റ് ആവുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നു. പ്രിൻസസ് ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങളെ മറ്റുള്ളവർ ഇഷ്ടപ്പെടാനും ഒക്കെയുള്ള ഒരു സാഹചര്യം വന്നിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. കാരണം നിങ്ങൾ അതിനായിട്ട് പ്രയത്നിച്ചിട്ടുണ്ട്. ആ പ്രയത്നത്തിൻ്റെ ഫലം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. 9 ഓഫ് സോർട്സ് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നിരിക്കുന്നത് ഒരുപാട് പേര് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെന്ന് കാണുന്നുണ്ട്. ഒരു ഇഷ്ടപ്പെട്ട വ്യക്തികളുമായിട്ടുള്ള ഒരു വേർപിരിയലാണ്. അത് പെട്ടെന്ന് തന്നെ അത് സോൾവ് ആകുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടാവാം, അല്ല എങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ നിമിത്തം നിങ്ങൾ വിഷമിക്കുന്ന അവസ്ഥ, ഉറക്കമില്ലാത്ത അവസ്ഥ, തലവേദനയോ അല്ല എങ്കിൽ പുറം വേദന, അങ്ങനെ എന്തെങ്കിലുമൊക്കെയുള്ള അസുഖങ്ങൾ നിമിത്തം നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നതായും, അല്ല എങ്കിൽ മറ്റുള്ളവരിൽ നിന്നും പരുഷ വാക്കുകൾ കേട്ടിട്ട് അല്ലെങ്കിൽ അനാവശ്യമായ വാക്കുകൾ കേട്ടിട്ട് വിഷമിക്കുന്ന ഒരു എനർജിയും ഇവിടെയുണ്ട്. ഏസ് ഓഫ് കപ്സ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. അതായത് നിങ്ങളിലേക്ക് ആരോ ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു പ്രണയം നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കിവിടെ റൂട്ട് ചക്രയുടെ ആക്ടിവേഷൻ കാണുന്നുണ്ട്. അതുപോലെ തന്നെ സേക്രൽ ചക്രയുടെ ആക്ടിവേഷനും ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ നിങ്ങളിലേക്ക് മറ്റുള്ളവരുടെ സ്നേഹം വരും. നല്ല പ്രണയം മറ്റുള്ളവരുടേത് നിങ്ങൾക്ക് അനുഭവിക്കാനും അതിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുമുള്ള ഒരു സാധ്യത വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതായത് ഒരു പ്രണയത്തിൻ്റെ തുടക്കം, അതായത് ചിലപ്പോൾ ചിലർക്ക് മാര്യേജ്, ചിലപ്പോൾ രണ്ടാം വിവാഹവുമാകാം. മനസ്സിലായില്ലേ? എന്തായാലും ശരി, ഒരു പുതിയ ഒരു ലൈഫിലേക്ക് പോകുന്ന എനർജി, സ്നേഹം നിറഞ്ഞ അല്ലെങ്കിൽ പ്രണയം നിറഞ്ഞ നല്ല ഒരു ലൈഫിലേക്ക് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് ആദ്യത്തെ മാര്യേജ് ആവാം, രണ്ടാമത്തെ മാര്യേജും ആവാം, എങ്ങനെയായാലും ചിലപ്പോൾ പുതിയ പ്രണയമാവാം. അങ്ങനെ നല്ലൊരു ബന്ധത്തിലേക്ക് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ 5 ഓഫ് കപ്സ് പറയുന്നത് എന്താണ്? ഇവിടെ നോ കോണ്ടാക്ട് സിറ്റുവേഷനാണ്. ഇവിടെ സ്നേഹമുണ്ട്, സ്നേഹമില്ല എന്ന് തെറ്റിദ്ധരിക്കുന്ന എനർജിയാണ് അല്ലേ? നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്, സ്നേഹമില്ല എന്ന് തെറ്റിദ്ധരിക്കുകയാണ് നിങ്ങളിവിടെ എന്ന് കാണുന്നു. മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്. തീർച്ചയായിട്ടും ഉള്ളതിനെ ഇല്ല എന്ന് ധരിക്കുകയാണ്. പക്ഷേ നിങ്ങൾ കുറച്ച് നെഗറ്റീവ് അടിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് എന്ന് പൂർണ്ണമായും വിശ്വസിക്കുക, അതാണ് വേണ്ടത്. അപ്പോൾ 6 ഓഫ് വാൻസ്, ഞാനിതെല്ലാം പറയുമ്പോൾ നിങ്ങളുടെ വിചാരം എന്താണ്? ഇത് ഇന്ന് മുഴുവനും ഇത് ലവ് റീഡിംഗ് ആണ്. കാരണം ഇത് ഒരുപാട് കപ്പ് എനർജിയാണ്, ഇമോഷൻസ്, പിന്നെ വാട്ടർ സൈനാണ്, ഹൃദയപരമായ ഇമോഷൻസ് ഒരുപാട് നിറഞ്ഞു നിൽക്കുകയാണ് ഇവിടെ. അപ്പോൾ പിന്നെ എനിക്കത് പറയാതിരിക്കാൻ പറ്റുമോ? അപ്പോൾ മുൻപ് ഒരാൾ കമൻറ്റ് ഇട്ടിരുന്നു, രമ ഇപ്പോൾ എപ്പോഴും ലവ് റീഡിംഗ് ആണ് ചെയ്യുന്നത് എന്ന്. എനിക്കിവിടെ വരുന്ന കാർഡ്സിനനുസരിച്ചുള്ള റീഡിംഗ് അല്ലേ ചെയ്യാൻ പറ്റൂ, അല്ലാതെ അനാവശ്യമായിട്ട് വേറെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഒന്നും പറ്റില്ല. അതുകൊണ്ടാണ് ഇത് തന്നെ പറയുന്നത്. വന്നിരിക്കുന്ന കാർഡ്സ് നിങ്ങളുടെ എനർജിയാണിത്. അപ്പോൾ 6 ഓഫ് വാൻസ് ആണ്. ഇവിടെ കരിയർ ലൈഫിൽ ഒരു സക്സസ് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളിൽ ആരൊക്കെയോ പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അർഹതപ്പെട്ട അംഗീകാരം ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് പ്രൊമോഷൻ, ഇതുവരെയും ഒരു പ്രൊമോഷൻ ലഭിച്ചില്ല, അല്ലെങ്കിൽ അർഹിക്കുന്ന ശമ്പളം ലഭിച്ചിട്ടുണ്ടാവില്ല. അതിനൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സമയമാണെങ്കിൽ തീർച്ചയായും അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുവഴി നിങ്ങൾക്ക് ഒരുപാട് സന്തോഷകരമായ അവസ്ഥകൾ, സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു. നല്ല പോസിറ്റീവായിട്ടുള്ള എനർജി നിങ്ങളിലേക്ക് കണക്റ്റ് ആവുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് അനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ക്യൂൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, ദ ലവേഴ്സ് വന്നിട്ടുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വ്യക്തികൾ നിങ്ങളിലേക്ക് വരുന്നു. പാസ്റ്റ് ലൈഫിലും നിങ്ങൾക്ക് ഇതേ ലവർ തന്നെയാവാം, അല്ലെങ്കിൽ ഇതേ പാർട്ട്ണർ തന്നെ ആയിരിക്കാം. അവർ ഈ ജന്മത്തിലും നിങ്ങളോടൊപ്പം കൂടിച്ചേരാൻ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ സ്വപ്നം കാണുന്നു, എന്താണ്? അവർ തന്നെ എന്നിലേക്ക് തിരിച്ചു വരുന്നു. സ്വപ്നം കാണുമ്പോൾ എന്തൊക്കെയോ നല്ല രൂപം കാണുന്നുണ്ട്. ഇന്ന പോലെ ഇരിക്കണം, എൻ്റെ പാർട്ട്ണർ ഇന്നതുപോലെയുള്ള ആളായിരിക്കണം എന്നൊക്കെ സ്വപ്നം കാണുന്ന ഒരു എനർജി ഉണ്ട്. ആ ഒരു സ്വപ്നങ്ങളെ സാക്ഷാത്കരിച്ചു കൊണ്ടാവാം നിങ്ങൾക്ക്
ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നത് എന്ന് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ലൈഫ് ജീവിതകാലം മുഴുവൻ നിങ്ങൾ പരസ്പരം ഹീൽ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണെന്ന് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു ലൈഫാണെന്ന് കാണുന്നുണ്ട്. ക്യൂൻ ഓഫ് കപ്സ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടില്ലേ? ക്യൂൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോഴെന്താണ്? ഇവിടെ മാനിഫെസ്റ്റേഷനാണ്. ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് വേണ്ടി, പിരിഞ്ഞിരിക്കുന്ന വ്യക്തി തിരിച്ചു വരാൻ വേണ്ടിയുള്ള ആഗ്രഹം. അപ്പോൾ അത്രമാത്രം നല്ല എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ലവേഴ്സ് അടുത്ത് തന്നെ വന്നിരിക്കുന്നത്. ഇവിടെ ഇതിന് ചുറ്റും ഏസ് ഓഫ് കപ്സ് ഉണ്ട്, ക്യൂൻ ഓഫ് കപ്സ്, ലവേഴ്സൊക്കെ വന്നിരിക്കുന്നത്. കാരണം ഇവിടെ എന്താണ്? ഇവിടെ പലരും മാനിഫെസ്റ്റ് ചെയ്യുന്ന എനർജിയാണ്. കാരണം ഒരുപാട് പേർക്ക് പാർട്ട്ണർ പിരിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ലവറാവാം, ആരായാലും നല്ലതുപോലെ സ്നേഹിക്കുന്ന വ്യക്തികളാവാം. അവരെ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി, തിരിച്ച് തൻ്റെ ജീവിതത്തിലേക്ക്, തൻ്റെ ലൈഫിലേക്ക് വരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി നോക്കിയിരിക്കുന്ന എനർജി, അല്ലെങ്കിൽ അതിനായിട്ട് പ്രയത്നിക്കുന്ന സ്പിരിച്വൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ എനർജി ഇവിടെ ഉണ്ട്. ഇവിടെ നിറഞ്ഞു നിൽക്കുന്നത് അത് തന്നെയാണ്. വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. ഇവിടെ ഈ വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുമ്പോൾ എന്താണ്? നിങ്ങളുടെ ജീവിതത്തെ അടിമുടി മാറ്റി മറിക്കുന്ന ഒരു എനർജിയാണിത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ ഒരുപാട് സക്സസ് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു. അത് ഏത് കാര്യത്തിലായാലും, ലവ്, അതുപോലെ കരിയർ സംബന്ധമായ കാര്യങ്ങൾ, അതുപോലെ സാമ്പത്തികപരമായ കാര്യങ്ങളിലേക്ക്, അതുപോലെ നിങ്ങൾ ആവേശത്തിൽ നിങ്ങൾ എന്തെങ്കിലും ജോലി സംബന്ധമായ, നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യങ്ങളിലും വളരെയധികം നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് നിങ്ങളിലേക്ക് അപ്രതീക്ഷിതമായി വന്നു ചേരുന്ന ഒരു എനർജി ഇവിടെയുണ്ട്. നിങ്ങളുടെ ഭാഗ്യത്തെ ഒന്നുകൂടി വർദ്ധിപ്പിക്കുന്ന എനർജിയാവാം. ആഗ്രഹിക്കുന്നത് ഒരുപാട് കാലം കൊണ്ട് ആഗ്രഹിക്കുന്നു, പക്ഷെ അത് എപ്പോൾ വരും എന്നറിഞ്ഞുകൂടാ. അത് വരാനുള്ള സമയമായിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട്. ആ ഒരു കണക്ഷൻ നിങ്ങളിലേക്ക് ഒരുപാട് സ്പീഡിൽ ഇവിടെ ആക്ഷൻ എടുത്തിരിക്കുന്നു. അത് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഏത് കാര്യത്തിലായാലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം കൊണ്ടുവരുന്ന പല സംഗതികളും വന്നു ചേരുന്നതായിട്ടാണ്, പല എനർജിയും വന്നു ചേരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അതുപോലെ ജീവിതത്തിൻ്റെ ഒരു പുതിയ തുടക്കം തന്നെ ഇവിടെ കാണാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു തുടക്കം തന്നെ, ഒരുപാട് കാര്യങ്ങളിൽ പരാജയപ്പെട്ട ആൾക്കാരുടെ എനർജി ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പുതിയൊരു മാറ്റത്തിനുള്ള സമയമായിരിക്കുന്നു, പുതിയ ഒരു ലൈഫിലേക്ക് പോകാനുള്ള സമയമായിരിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. എങ്ങനെയായാലും ഏത് വിധത്തിലായാലും അത് നിങ്ങൾ മുന്നോട്ട് നല്ല രീതിയിൽ പോവുക തന്നെ ചെയ്യും. നിങ്ങളിലേക്ക് നല്ലതായിട്ടുള്ള പോസിറ്റീവ് എനർജി ധാരാളം കണക്റ്റ് ആവുന്നുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ജീവിത വിജയം താമസിയാതെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മടി വിചാരിക്കല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. എല്ലാവർക്കും വീണ്ടും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.